ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുൽ ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് ഇന്ദുവിൻ്റെ വിഷമം കാണുന്ന സമയത്ത് ഗോകുൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. എൻ്റെ അനിയത്തിയെ വിഷമിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹവും എനിക്ക് സാധിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മഞ്ചാടിയുമായുള്ള കല്യാണം വേണ്ട എന്ന് വെക്കാനാവട്ടോ ഗോകുൽ തീരുമാനിച്ചിട്ടുണ്ടാവുക. രാവിലെ ആവട്ടെ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഗോകുൽ ഇന്ദുവിനെ സമാധാനപ്പെടുത്തിയ ശേഷം ഉറങ്ങാൻ വേണ്ടി പറയുകയാണ്. പിന്നീട് ഗോകുൽ രാവിലെ ആകുന്ന സമയത്ത് ഇന്ദുവിൻ്റെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ മോശമായിട്ട് തന്നെയാണ് ഗോകുലിനോട് ഇന്ദുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് ഗോകുലിനോട് അയാൾ പറയുകയാണ്, ഞാൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ UK പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്ദുവിനെ പോലെയുള്ള ഒരു പെണ്ണിനെ വിശ്വസിച്ച് ഞാൻ എന്ത് മനസമാധാനത്തോടു കൂടിയിട്ട് UK പോവും എന്ന് പറഞ്ഞതോടുകൂടി ഗോകുലിന് ദേഷ്യം വരികയാണ് കേട്ടോ. ഇന്ദുവിനെ പോലെയുള്ള നല്ലൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് നീ അപവാദം പറയുന്നത് എന്നും പറഞ്ഞ് ഗോകുലിന്, എന്തു പറഞ്ഞടാ നീ എൻ്റെ പെങ്ങളെക്കുറിച്ച്? നിൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഹയർ സ്റ്റഡിക്ക് വേണ്ടി UK പോകുന്നത്, നീ പരലോകത്തേക്കായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞ് കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ഇന്ദുവിൻ്റെ ചെറുക്കൻ്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഓടി വന്നിട്ട് ഗോകുലിനോട് പറയുകയാണ്, മോനെ ഇനി ഒന്നും ചെയ്യരുത്, ഒന്ന് വിടൂ എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം വെക്കുക കേട്ടോ. അങ്ങനെ ഗോകുലിന് ദേഷ്യം പിടിച്ചിട്ടാണ് പിന്നീട് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഇന്ദുവിൻ്റെയും ഡോക്ടറുടെയും കല്യാണം അതോടുകൂടി മുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു സംശയ രോഗിയെ എൻ്റെ പെങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ ജീവിതം കഷ്ടകാലമാണെന്നുള്ളത് ഗോകുലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ കല്യാണം മുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് ഗോകുൽ നേരെ ചെല്ലുന്നത് അനന്ത മാഷിൻ്റെ വീട്ടിലേക്കാണ്. ആ സമയത്ത് മാഷും മഞ്ചാടിയും കൂടിയിട്ട് സച്ചി സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അവർ മഞ്ചാടിയുമായുള്ള കല്യാണം വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാഷിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക. ഇന്ദുവിൻ്റെ കല്യാണം എത്രയോ കാലമായിട്ട് ഉറപ്പിച്ചു വെച്ചതാണ്. എൻ്റെ മോള് കാരണം ഒരിക്കലും ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങരുത് എന്നായിരിക്കും മാഷും മഞ്ചാടിയും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവർ പോകുന്നതിൻ്റെ മുന്നേ അനുവും അമ്പിളിയും കൂടി സംസാരിക്കുകയാണ് മഞ്ചാടിയോട് ചേർന്നിട്ട്. അപ്പം മഞ്ചാടിയോട് പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം അച്ഛനും അഞ്ചാടിയും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവുക ഗോകുലിൻ്റെയും മഞ്ചാടിയുടെയും കല്യാണം വേണ്ട എന്ന് തന്നെയായിരിക്കും. ഇന്ദുവിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാവും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ അമ്പിളിക്ക് സംശയം തോന്നിയിട്ട് അമ്പിളി അതിനെക്കുറിച്ച് അനുവിനോടും മഞ്ചാടിയോടും കൂടി പറയാണ്. ആ സമയത്താണ് അവിടേക്ക് ഗോകുൽ വരുന്നത്. അങ്ങനെ ഗോകുലിനെ കാണുന്ന സമയത്ത് അനന്ത മാഷ് വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് മഞ്ചാടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് ഗോകുൽ പറയാൻ കേട്ടോ. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. എൻ്റെ മകൾ കാരണം ഒരിക്കലും ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങാൻ പാടില്ല. അത് എത്രയോ വർഷമായിട്ട് ഉറപ്പിച്ചിട്ടതായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആ കല്യാണം നടക്കേണ്ടത് അല്ലാതെ ഗോകുലിൻ്റെയും മഞ്ചാടിയുടെയും കല്യാണമല്ല, അത് നമുക്ക് മാറ്റിവെക്കാമെന്ന് പറയാണ്. അത് ഗോകുലിന് നല്ല വിഷമാവുന്നുണ്ട്. എന്നിട്ട് മഞ്ചാടിയെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മാഷ് ഇനി സത്യം അറിയാൻ പോവുകയാണ്. ഇന്ദുവിൻ്റെ ചെറുക്കൻ ഒരു വൃത്തികെട്ടവനാണെന്നും സംശയരോഗിയാണെന്നും ആ കല്യാണം ഇനി മുടങ്ങാൻ പോവുകയാണെന്നുള്ളതൊക്കെ മാഷ് പിന്നീടാണ് കേട്ടോ ഇനി അറിയാൻ പോകുന്നത്. അങ്ങനെ ഗോകുലിൻ്റെയും മഞ്ചാടിയുടെയും കല്യാണം വീണ്ടും നടക്കുകയും ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇനി പോവാൻ പോകുന്നത് സത്യനായിരിക്കും കേട്ടോ. സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ സുശീല കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങുന്നത് എന്ന് സത്യൻ അറിയുകയും പിന്നീട് സത്യൻ ഇന്ദുവുമായിട്ടുള്ള കല്യാണമാണ് ഇനി നടക്കുന്നത്.